கார்த்திக் சுப்பராஜ் அண்ணா அண்ணா என்னண்ணா பண்ணி வச்சிருக்கண்ணா അണ്ണന് സല്യൂട്ടൊന്നും തന്നാൽ പോരാ. കാർത്തിക് സുബ്രാജിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്രാഫ്റ്റ് ആയിരിക്കും ഈ പടം. ഇത് കാണാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. കണ്ടവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടി പോയി കാണും. കാരണം ഒരു പ്രാവശ്യം ഒന്നും കണ്ടാൽ പോരാ ഈ പടം. അത്രയും ഡീപ്പായിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. കാർത്തിക് സുബ്രാജ് എഴുതി ഡയറക്റ്റ് ചെയ്ത പടം. എസ് സൂര്യ, വിജയ് സേതുപതി, ബോബി സിംഹ, അഞ്ജലി, മ്യൂസിക് ഡയറക്ടർ സന. വേറെ എന്ത് വേണം ഈ പടം കാണാൻ വേണ്ടി റീസൺ? പ്രകാശ് രാജിൻ്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. எம்ஜிஆரை பார்த்துருக்கு, சிவாஜியை பார்த்துருக்கு, கமலை பார்த்துருக்கு, ரஜினியை பார்த்துருக்கு. ஆனால் உன்ன மாதிரி நடிகனை பார்த்ததே இல்லைடா. அம்மாதிரி ஐட்டம் எஸ் சூர்யா அண்ணா, நீங்கள் என்ன பண்ணி வச்சிருக்கண்ணா. அவ்வளோ ഗ്രേസ്ഫുള്ളാണ് ആക്ടിങ്. അഭിനയിക്കായിരുന്നില്ല, അങ്ങോട്ട് ജീവിക്കായിരുന്നു മനുഷ്യൻ. ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് പുള്ളിയുടെ ആക്ടിങ് ഞാൻ பார்த்தതേ ഇല്ല. ക്ലൈമാക്സിൻ്റെ സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊക്കെ ഒരു സീനുണ്ട്, ഒരു ഫോൺ കോളൊക്കെ ഉള്ള സീനുണ്ട്. ആ ഒരൊറ്റ സീൻ മതി പുള്ളി എത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് വർക്ക് ചെയ്തേക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ശരിക്കും ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആക്ടറും ആക്ടിങ്ങും ഒക്കെ പറയാൻ വാക്കുകളില്ല. അന്തമാരി പണി വെച്ചിരിക്കുക. വിജയ് സേതുപതിയുടെ ഒരു ഡയലോഗുണ്ട്, അവയെ തമ്പിടാ. എന്ത് എഫക്റ്റാന്ന് പറയുമോ ഡയലോഗിന്. ആ സമയത്തുള്ള ആക്ഷനും എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം. പിന്നെ വിജയ് സേതുപതി ആസ് മക്കൾ സെൽവനോ അതെ വേറെ ലെവൽ ആക്ടിങ്. കാരണം നമ്മളുടെ അങ്ങനത്തെ കുറേ ക്യാരക്ടർ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ വാക്കും കേട്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ബോബി സിംഹ, ആദ്യമൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി ബോബി സിംഹക്ക് വല്ല മനമാറ്റം വന്ന. കാരണം ഇത് പുള്ളിയുടെ ടൈപ്പേ അല്ലല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ക്ലൈമാക്സോടെ അതിനൊരു തീരുമാനമാക്കി തന്നത്. അപ്പോഴാണ് ശരിക്കും റിയൽ ബോബി സിംഹ ആയത്. പുള്ളിയുടെ ക്യാരക്ടറും പുള്ളി പൊളിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ജലി, എൻ്റെ മോനെ അഞ്ജലി, അതെ അങ്ങോട്ട് ജീവിക്കുമായിരുന്നു പൊന്നിയായിട്ട്. അഞ്ജലിയുടെ ഫസ്റ്റ് ഒരു പടമുണ്ട്, ഒരു ഷോറൂമിൽ വർക്കറൊക്കെ ആയിട്ട് ഉള്ളൊരു പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലും വേറെ ലെവൽ ആക്ടിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ഇമ്പ്രസ്ഡ് ആവണത് ഈ ഒരു പടത്തിലാണ്, അഞ്ജലിയുടെ ആക്ടിങ്ങിൽ. അഞ്ജലിയുടെ ക്യാരക്ടർ അതെ പൊന്നി എന്ന് പറഞ്ഞിട്ട് വെറുതെ പൊളിച്ചിട്ടുണ്ട് അഞ്ജലി. പിന്നെ കമാലിനി മുഖർജി, നമ്മുടെ സൂര്യൻ്റെ പേരാണ്, പുള്ളിക്കാരി അതെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ പൂജ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും അങ്ങോട്ട് സെറ്റ് ആവില്ല, ഒരു ഓട് ഫീലായിരിക്കും നമുക്ക്. പക്ഷേ അതാണ് പൂജ, അതാണ് സംഭവം. ഇത്രയും ഹോണസ്റ്റി ആയിട്ട് മനുഷ്യന്മാർക്ക് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റാണ് പരിപാടി. അതിനൊരു എക്സാമ്പിളാണ് പൂജൻ്റെ ക്യാരക്ടർ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ഇത്രയും ആണ് പ്ലേയേഴ്സ്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകേണ്ട കാര്യമുണ്ടോ? അബ്യൂസ് ഇൻ ദ സെൻസ് തല്ലലും ഇടിക്കലും കൊല്ലലും മാത്രമല്ല, അല്ലാണ്ട് തന്നെ എന്തൊക്കെ രീതിയിൽ റിലേഷൻഷിപ്പ് ടോക്സിക് ആവാന്നുള്ളത് അതും കാണിക്കുന്നുണ്ട്. നമ്മുടെ ആണുങ്ങളെ ഈഗോ, ദേഷ്യം, അഹങ്കാരം ഇതൊക്കെ കൊണ്ട് ലൈഫിൽ എന്ത് സംഭവിക്കും നമുക്ക് ചുറ്റുപാടുള്ളവർക്കും. ഒരു പെണ്ണിന് സന്തോഷമായിട്ട് ലൈഫിൽ ജീവിക്കാൻ ഒരു ആണിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരവാണ് ഈ പടം. ഇപ്പം 3 ആണുങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ തന്നെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് സിംബോളിക് ആയിട്ടുള്ള 3 ആണുങ്ങൾ. അപ്പോൾ ആ ആണുങ്ങളെ ഓരോ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിലും അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പടം. നമ്മുടെ ഒരു ചൊല്ലില് തിങ്ക് ബിഫോർ യു ആക്ട് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ പടം. അത് ഇതിലും നന്നായിട്ട് വേറൊരു ആൾക്കും എനിക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കാർത്തിക് സുബ്രാജ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിയൽ ആയിട്ടൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നടന്ന ഒരു സംഭവമാണ്, ബ്രദേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ കാർത്തിക് സുബ്രാജ് പൊക്കിയതാണ് ഈ പടം. എന്തായാലും നല്ല അഴകാ, ഡീപ്പാ, ടച്ചിങ്ങാ പണി വെച്ചിരിക്കുക. അപ്പോൾ മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ് പടം. ഓക്കെ, ഒരു തരത്തിലും മിസ്സാവില്ല. ഇത് 2016 ഇറങ്ങിയ പടമാണ്. ഞാൻ ഇത്രയും നാളും എടുത്ത് ഈ പടം കാണാൻ വേണ്ടി. നടക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് നമ്മളതിൽ എത്തിച്ചേരും എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ പടം കണ്ടത്. കാരണം നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പടം കാണുന്നത്. കാരണം അന്ന് 2016 നമ്മുടെ സാഹചര്യങ്ങളും ലൈഫ് സ്റ്റൈലും സംഭവങ്ങളൊന്നും ഇതായിരുന്നില്ല. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ഞാൻ മിസ്സായി പോയത്. പക്ഷെ ആ ഒരു റിഗ്രറ്റ് എനിക്കുണ്ട്, എന്തുകൊണ്ട് ആ പടം ആ സമയത്ത് കണ്ടില്ല എന്നുള്ളത്. ഇപ്പം കണ്ടപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പടം എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പടം. എനിക്ക് തോന്നുന്നു ഈ പടം കൊമേഴ്ഷ്യൽ അത്ര സക്സസ് ആയിട്ടുള്ള തോന്നുന്നു. കാരണം അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ പെട്ടുപോയാനാ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരെ കൈയുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെ 3 സ്വഭാവങ്ങളുള്ള 3 ആണുങ്ങളെ കഥയാണ് കാണിക്കണം ഇതിനകത്ത്. അപ്പോൾ അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ പവർ ഗ്രൂപ്പാന്ന് തോന്നുന്നു. പവർ ഗ്രൂപ്പ് പടത്തിൻ്റെ ആദ്യമൊക്കെ ഒരു ഇച്ചിരി ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ പടം അങ്ങോട്ട് പിക്കപ്പായി ക്ലൈമാക്സിനോട് അടുത്തൊരു ഡിബേറ്റ് ട്വിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പടം തീരുന്ന വരെയുള്ള ഒരു ലാസ്റ്റ് 10 to 20 minutes പടം വേറെ ലെവലാണ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസാണത്.
ഈ പടം കാണിക്കുന്നത് ആണുങ്ങളെ ഇതിലൂടെയാണെങ്കിലും പടം പറയണത് മെയിൻ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ലൈഫാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് ഇങ്ങനത്തെ ആണുങ്ങളെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ ലൈഫിൽ എന്താവും എന്നുള്ളൊരു സംഭവമാണ് പറഞ്ഞു പോണത്. എനിക്ക് ഒരുപാട് പറയാൻ തോന്നുന്നുണ്ട് ഈ പടത്തിനെ കുറിച്ച്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോഴുള്ള ആ രസം പോവും. നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട്. അപ്പോൾ ഇപ്പം എന്തായാലും വേഗം പോയി കാണാം, കണ്ട അഭിപ്രായം അറിയിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഒറ്റ കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളൂ. നമ്മളുടെ വേണ്ടപ്പെട്ടവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും കെയറൊന്നും ഒരിക്കലും ഗ്രാൻഡായിട്ട് എടുക്കരുത്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല. അപ്പോൾ അടുത്തൊരു ഇടിപെട്ട് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.